ഹായ് ഫ്രണ്ട്സ്, ഒരു 2-3 ദിവസം മുൻപ് ഞാനൊരു വാർത്ത കണ്ടു. 24 ന്യൂസിൽ വന്ന വാർത്തയാണ്. തൃശ്ശൂർ തിരുവില്ലാമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ചൊരു കാറ് പുഴയിൽ വീണു എന്നുള്ള മുമ്പും കണ്ടിട്ടുണ്ട്. ഇതില് പലരും ഗൂഗിൾ മാപ്പിനെ എങ്ങനെ കുറ്റം പറയുന്നതായിട്ട് കണ്ടു. ഗൂഗിൾ മാപ്പ് തെറ്റുകാരനാണ്. ഞാൻ ഒരുപാട് യാത്രകൾ പോകുന്നതാണ്. ഞാൻ പോകുന്ന ലൊക്കേഷൻ ഫുള്ള് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് മാത്രമാണ് പോകാറുള്ളത്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാണ്ട്. ഒന്ന്, നിങ്ങൾ ബൈക്കിനാണ് പോകുന്നതെങ്കിൽ പോലും വെഹിക്കിൾ ചൂസ് ചെയ്യുന്നിടത്ത് കാർ എന്ന് സെലക്ട്. അപ്പൊ ഞാൻ ബൈക്കിൽ പോകുമ്പോഴും ഞാൻ കാറിന്റെ ഓപ്ഷനാണ് കൊടുക്കാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഗൂഗിൾ മാപ്പിൽ നമുക്കിപ്പോ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് തിരിയാൻ ഗൂഗിൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ നമുക്കിത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ റൈറ്റിലേക്ക് തിരിയാതെ സ്ട്രൈറ്റ് പോയി എന്ന് കരുതും. പോകുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് തെറ്റിയെന്ന് പറയും. എന്നിട്ട് ഇതിലൂടെ യു ടേൺ എടുക്കാൻ പറയാതെ മുമ്പിലൂടെ വീണ്ടും പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ പറയും, അടുത്ത വഴി കാണിച്ചു. ഒരിക്കലും അതിലൂടെ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ചിലത് തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ തൊട്ടടുത്ത് കുറച്ച് പോകാനേ ഉണ്ടാവുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ റൂട്ട് തിരിയാൻ മറന്നുപോയി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പിന്നീട് 7 കിലോമീറ്റർ അധികം അല്ലെങ്കിൽ മറ്റു കാണിച്ചു തരും. എന്നിട്ട് അത് വേറെ ഏതെങ്കിലും വഴിയോ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പോകാനുള്ള ആ ഒരു ലൊക്കേഷന്റെ ബാക്ക് സൈഡൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ്. ഒന്ന്, കാറ് ചൂസ് ചെയ്യുക. ബൈക്കിൽ പോകണമെങ്കിലും കാറ് ചൂസ് ചെയ്യുക, കാറ് പോയാലും കാറ് ചൂസ് ചെയ്യുക. അതിൻ്റെ പുറമെ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാനുണ്ടാകുമ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വഴി കാത്തു നിൽക്കരുത്. മാക്സിമം യു ടേൺ ഇട്ടിട്ട് ആദ്യം പറഞ്ഞ വഴിയിലൂടെ തന്നെ പോകാൻ നിൽക്കുക. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഗൂഗിൾ മാപ്പ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് യാത്ര പോകുന്ന ആളാണ്. ഇപ്പോഴും എനിക്ക് തൃശ്ശൂർ, എറണാകുളത്തൊക്കെ പോകണമെങ്കിൽ ഇപ്പോഴും എനിക്ക് ഗൂഗിൾ മാപ്പ്. അപ്പോൾ അതായിരിക്കാം അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് മനസ്സിലായത്.